വെൽക്കം ബാക്ക് ഫോക്സ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഐസ്ലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ, അതായത് 7 days ഐറ്റിനറി, അതാണ് ഞാൻ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? എന്നാ പിടിച്ചോ. Day 1 കെഫ്ലാവിക് എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. നേരെ ഞങ്ങൾ ക്യാമ്പർവാൻ റെൻ്റലിൽ പോയി. അങ്ങനെ വണ്ടി എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, അതൊക്കെ ഓടിച്ച് സമയം ഒരു വൈകുന്നേരം 4:30 അപ്പോൾ നേരെ ഈ കാണുന്ന ബ്ലൂ ലഗൂൺ പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ഇട്ടത്. പക്ഷേ എക്സൈറ്റ്മെൻറ്റും ആവേശവും എല്ലാം കൊണ്ടും ഇങ്ങോട്ട് ഞങ്ങൾ പോയില്ല, നേരെ സിറ്റിയിലോട്ട് പോയി. Day 2 Day 1 അങ്ങനെ പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ നേരെ സെൽജാൻഡോ ഫോസിൽ പോയി. അത് ഇറ്റ്സ് വൺ ഓഫ് ദി അമേസിങ് വാട്ടർഫോൾസ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ബാക്കിൽ കൂടെ നടക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കതിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ നടന്ന് സൈഡിൽ കൂടെ നമുക്ക് എക്സിറ്റാണ്. അടിപൊളിയാണ് സംഗതി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് സ്കോഗ ഫോസ് എല്ലാവർക്കും കണ്ടു പരിചയം ഉണ്ടാവും. ഇറ്റ് ഈസ് ദെയർ ഇൻ വൈക്കിങ്സ് ആൻഡ് ഗെയിം ഓഫ് ത്രോൺസ്. We are going to the Plain Wreck beach. Okay, there was a bit of luck with us. ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നിർത്തുന്നു, കയറുന്നു, പോകുന്നു. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഈ പ്ലെയിൻ റെക്ക് ബീച്ചിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഷാരൂഖ് ഖാനും കാജോളും ദിൽവാലെ എന്ന് പറയുന്ന പടത്തിൽ ഗേരുവ എന്ന് പറയുന്നൊരു സോങ്, അത് ഇത് തന്നെ, ഇവിടെ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളും ആ മൂഡ് പിടിച്ച് കുറച്ച് ഫോട്ടോ എടുത്ത് സ്കൂട്ടായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡിറോലെ ലൈറ്റ് ഹൗസ്. യെസ്, ദിസ് ഇസ് ദ വ്യൂ പോയിൻറ്റ്, ഡിറോലെ വ്യൂ പോയിൻറ്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു 2-3 ആനകളെ കാണാം. ഇല്ല, ആന എന്ന് ഉദ്ദേശിച്ചത് ദേ കിടക്കണം, പാറ പോലെയുള്ള ആന, അതും കടലിൽ. ദിസ് ഈസ് വൺ ഓഫ് ദി മേജർ സ്പോട്ട്സ് ഫോർ പഫിൻസ് എന്ന് പറയുന്ന കിടിയുള്ള സ്പോട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഏരിയ ആണ്. പക്ഷേ ദിസ് വിൻ്റർ സീസൺ ആയതുകൊണ്ട് അവരില്ല. അങ്ങനെ 2-ാം ദിവസം ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയായി. ഞങ്ങൾ നേരെ സ്കൂൾ ബീൻസ് കഫേ, അവിടെ ഒരു ബസ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ ചെന്ന് 2 കോഫിയൊക്കെ കുടിച്ച് ഒരു ലാറ്റയും കൂടെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി ബ്ലാക്ക് ക്രസ്റ്റ് പിസേറിയ, ദിസ് ഇസ് ഒൺലി ഇൻ ഐസ്ലൻഡ്. ബ്ലാക്ക് ക്രസ്റ്റിൽ നമുക്ക് പിസ കിട്ടുന്ന സാധനമാണ്. യു ക്യാൻ ചെക്ക് ഔട്ട് ദ ഫോട്ടോസ്, ഇറ്റ്സ് സോ അമേസിങ്. അങ്ങനെ അതും കഴിച്ച് ഗുഡ് നൈറ്റ്. Day 3 ഞങ്ങൾ രാവിലെ തന്നെ ഒരു 8 മണിയായപ്പോൾ എഴുന്നേറ്റ് നേരെ ബ്ലാക്ക് സാൻഡ് ബീച്ച്, റെയിനിസിച്ചറ ബ്ലാക്ക് സാൻഡ് ബീച്ച്. ഇത് ഭയങ്കര ഒരു അത്ഭുതം തന്നെ എന്ന് പറയാം. കാരണം ഇവിടുത്തെ ഈ വേവ്സ് ഭയങ്കര ഒരു ട്രിക്കി വേവ്സാണ്. നമ്മൾ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് ഓടി പറന്ന് കയറി നമ്മുടെ അടുത്തോട്ട് വരും. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദ ഹൈറ്റ് അറ്റ് വിച്ച് ദീസ് വേവ്സ് ക്യാൻ ഗോ. ഇറ്റ്സ് റിയലി അൺപ്രെഡിക്റ്റബിൾ. ആൻഡ് ലൈക്ക് യു സീ ദിസ് ബ്ലാക്ക് കളർ സ്റ്റോൺസ് ഇസ് ബേസിക്കലി മോൾട്ടൺ ലാവ. ഡെപ്പോസിറ്റായി ഇവിടെ കിടന്നാണ് ഈ ബ്ലാക്ക് കളർ ഇതിന് വന്നത്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. ആൻഡ് ഇതിൻ്റെ തൊട്ട് സൈഡിൽ ദർ ഇസ് എ കേവ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഹാൽസൺ ഓഫ് ഷെലിയർ. ഈ കേവിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ്. യു ക്യാൻ സീ ഫ്രം ദ പിക്ചേഴ്സ് ഇറ്റ്സ് സോ ഡിഫറെൻ്റ് ആൻഡ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഇൻ ഷേപ്സ്. ഈ റെക്ടാങ്കുലർ പില്ലേഴ്സ് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവിടെ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു സീ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് കട്ട്ല ഐസ് കേവ്. യെസ്, ഈ കട്ട്ല ഐസ് കേവിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ആൻഡ് ഫൈനലി ഐ ആം ഹിയർ. ഇത് നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമായ ഒരു ആക്ടിവിറ്റിയാണ്. ഐസ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ വിത്തൗട്ട് കട്ട്ല ഐസ് കേവ് ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ കട്ട്ല ഐസ് കേവ് എക്സ്പെഡിഷൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എപ്പിസോഡ് പിന്നീട് വരുന്നതായിരിക്കും. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വിക് മീഡൽ ചർച്ചിൽ വന്നു, which is really beautiful, but much more beautiful thing happened right in front of it. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഗൈസ്. അവിടെ ഒരു കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കൂടി മേഘം ലിറ്ററലി
പുതപ്പിച്ച് കിടത്തിയേക്കുന്ന പോലെ നമ്മൾ പറയില്ലേ, എക്സാക്ട്ലി ദാറ്റ് ഈസ് വാട്ട് ഐ സോ. ഒരു മേഘം മൊത്തം പുതപ്പിച്ച് കിടത്തിയേക്കണേണ്. അങ്ങനെ മനോഹരമായൊരു സൺസെറ്റ് കണ്ട് വി റെസ്യൂംഡ് ആ ജേർണി. അങ്ങനെ ഫിയത്തർ ലഫൂർ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഭയങ്കര പാടാണ്. ഇതൊരു കാനിയനാണ്. ഇറ്റ്സ് റിയലി ബിഗ്. അവിടെ ഒരു ചെറിയൊരു ഹോൾട്ട് എടുത്തു. ആൻഡ് അഗെയിൻ വി വെൻറ്റ് ടു ലൊമങ് നഫോർ. ദാറ്റ് ഈസ് അഗെയിൻ ബ്യൂട്ടിഫുൾ മൗണ്ടൻ വിച്ച് യു ക്യാൻ സീ. അവിടെ ഇരുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അഗെയിൻ വി കണ്ടിന്യൂഡ് ആ ജേർണി. ബട്ട് the climatic conditions is really bad in Iceland. Full fog vannittu we had to literally stop our drive. So yeah, that's how we ended our day. Day 4. Guys, oh my god. രാവിലെ തന്നെ ഞങ്ങൾ ഡയമണ്ട് ബീച്ചിൽ വന്നു. And then we went to Jökulárson Glacier. Because this day we have to cover almost 600 kilometers. ഈ ഡയമണ്ട് ബീച്ചിൻ്റെയും ജോക്കുലാർസൺ ഗ്ലേസിയറിൻ്റെയും ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റോക്ക്നെസ്സിലോട്ട് പോയി. കുറച്ച് മേഘങ്ങൾ മൂടിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രോപ്പർ വ്യൂ കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ജസ്റ്റ് മാനേജ് ചെയ്തു. ബട്ട് ദർ ഇസ് വൺ മോർ ബ്യൂട്ടിഫുൾ പ്ലേസ് ഓവർ ഹിയർ വിച്ച് ഇസ് ദ വൈക്കിംഗ് വില്ലേജ്. ഇവിടെ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ഇട്ടേക്കുന്നൊരു ഏരിയ ഉണ്ട്. മാത്രമല്ല നമ്മൾ ഡ്രമാറ്റിക് വോം എന്ന് പറയുന്നൊരു ടോണുണ്ടല്ലോ നമ്മളുടെ മൊബൈലിലുള്ള ഐഫോണിലുള്ള, അത് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു മെയിൻ ഏരിയയാണ്. അവിടുത്തെ സെറ്റ് ഇട്ടേക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും ഞങ്ങൾ ഓടി നടന്ന് കണ്ട്. യെസ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. കാരണം ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പീപ്പിൾ most of them doesn't come here because there is approximately 2 kilometer trek. നടന്ന് വേണം ഇങ്ങോട്ട് വരാൻ. പക്ഷെ ഞങ്ങളത് കവർ ചെയ്തു. എന്നിട്ട് we went off to the next place. സ്റ്റുട്ട്ലാഗിൽ കാനിയൻ. നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു കാണും. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റും കഴിഞ്ഞ് ഫോണിൻ്റെയും ക്യാമറയുടെയും ചാർജും തീർന്ന്. അതുകൊണ്ട് അവിടെ അധികം സമയം കളയാണ്ട് ഞങ്ങൾ നേരെ ഹുസാവിക്കിലോട്ട് പോയി. ഹുസാവിക്കിലെ രാത്രി ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല മക്കളെ. അന്നാണ് ഞങ്ങൾ ഈ അറോറ എന്ന് പറയുന്ന പരിപാടി, ദ നോർത്തേൺ ലൈറ്റ്സ് കണ്ട്. എനിക്ക് ആ ഒരു ഫീലിംഗ് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. ദാറ്റ് മച്ച് ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. അങ്ങനെ ഡേ 5 ഞങ്ങൾ ഹുസാവിക്കിൽ വെയിൽ വാച്ചിങ്. യെസ്, ഇറ്റ്സ് വൺ ഓഫ് ദി ഫേമസ് വെയിൽ വാച്ചിങ് ടൂർസ്. അതിന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഒരു വെയിലിന് പോലും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പ്രശ്നമില്ല, ദേ ഹാഡ് ഗിവൺ അസ് ആൻ ഓഫർ. കാണാൻ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ കം ഇൻ നെക്സ്റ്റ് 20 ഇയേഴ്സ് എപ്പോഴെങ്കിലും വന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് കൊണ്ടുപോകാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ പോയി സക്സസ്ഫുള്ളായിട്ട് കാണാതെ തിരിച്ചു വന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഒരു വണ്ടർഫുൾ ഓക്ക് ബോട്ട്, അവരുടെ ഒരു പഴയ ട്രഡീഷണൽ ഓക്ക് ബോട്ടിൽ ഞങ്ങൾ പോയി വെയിൽ സ്പോട്ടിങ്ങിനൊക്കെ പോയി തിരിച്ചെത്തി. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. നല്ല തണുത്ത കാറ്റും നല്ല ബ്യൂട്ടിഫുൾ സ്കൈസും. ഇറ്റ് വാസ് മാജിക്കൽ ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹുസാവിക് ടൗണിലെത്തി. ബട്ട് ലെറ്റ് മീ ടെൽ യു ഗൈസ്, ഹുസാവിക് is one of the most beautiful city in Iceland. It is surrounded by snow-capped mountains, which is why it is really beautiful to see. And then we went to Godafoss, the god of waterfalls എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ പോയി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. Again we started our journey through മൈവത്തൻ ലേക്ക്. ഈ കാണുന്ന ലേക്ക് നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇറ്റ് ഗെറ്റ്സ് ഫ്രീസ്ഡ് ഡ്യൂറിങ് ദ വിൻ്റർ സീസൺ. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഓൺ ദ വേ ഞങ്ങൾക്കൊരു അക്യുരേരി എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ സിറ്റിയുടെ ഒരു വ്യൂ കിട്ടി. അതും ഞങ്ങൾ ആസ്വദിച്ച് ഓൾമോസ്റ്റ് സൺസെറ്റൊക്കെ കഴിഞ്ഞു.
നൗ വി ഹാവ് ടു ഫൈൻഡ് എ പാർക്കിംഗ് സ്പേസ്. അങ്ങനെ വർമാലിത് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് പാർക്കിങ്ങും കിട്ടി. ഫുഡൊക്കെ ഉണ്ടാക്കി നൈസായിട്ട് കിടന്നുറങ്ങി. ഡേ 6 ഞങ്ങൾ രാവിലെ തന്നെ ഒരു 5:30 ആയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് വി ഹാവ് ടു റീച്ച് റേയാവിക് ടുഡേ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ റേയാവിക്ക് എത്തി. ഞങ്ങൾ നേരെ പോയത് ദ റെയിൻബോ സ്ട്രീറ്റ്. അവിടെ നല്ല കളർഫുൾ ബിൽഡിങ്സും സ്ട്രീറ്റ്സും ഒക്കെ ആസ്വദിച്ചു. ഞങ്ങൾ നടന്ന് അവിടുത്തെ ഉള്ളൊരു ഫേമസ് പള്ളിയാണിത്, ഹാൽഗ്രിംസ് കിർക്യ. അതാണ് ഈ പള്ളിയുടെ പേര്. കിർക്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചേർച്ചാണ്. ബാക്കി വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല. അങ്ങനെ നടന്ന് പള്ളി കണ്ടു. ഈ പള്ളി ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് റെയ്നിസ്വര ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ സൈഡിൽ കാണുന്ന നമ്മളുടെ കേവ്സിലുള്ള പില്ലേഴ്സിൻ്റെ ഒരു രൂപമാണ് ഈ പള്ളിക്ക്. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഐസ്ലാൻഡിക് മെയിൻ ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വണ്ടി മാറ്റി. കാരണം ഞങ്ങൾക്ക് ഇനി ഗോൾഡൻ സർക്കിളാണ് കറങ്ങാനുള്ളത്. അപ്പോൾ വണ്ടി മാറ്റി നേരെ ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി. ഡേ 7 വിച്ച് ഇസ് ദ ലാസ്റ്റ് ഡേ. ഇത് ഫുൾ ഞങ്ങൾ ഗോൾഡൻ സർക്കിളാണ് കറങ്ങിയത്. സോ ദ ഗോൾഡൻ സർക്കിൾ ടൂർ ഇറ്റ് ഈസ് ആക്ച്വലി എ മിക്സ് ഓഫ് വാട്ടർഫാൾസ്, ടെക്ടോണിക് പ്ലേറ്റ്സ്, ലോട്ട് ഓഫ് തിങ്സ്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ യു ക്യാൻ ചെക്ക് ഔട്ട് വാട്ട് ഓൾ വി ജസ്റ്റ് കവേർഡ്. അങ്ങനെ ലഞ്ച് കഴിക്കാനായി ഞങ്ങൾ ഫ്രീദിമാർ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലെത്തി. ദിസ് ഇസ് വെരി ഫേമസ് ഇൻ ഐസ്ലാൻഡ്. ദിസ് റെസ്റ്റോറൻറ്റ് ഇസ് ആക്ച്വലി ഇൻസൈഡ് എ ടൊമാറ്റോ ഗ്രീൻ ഹൗസ്. നൗ വി ആർ അറ്റ് ദി സീക്രട്ട് ലഗൂൺ. ഒന്നും പറയാനില്ല, നല്ല ചൂട് വെള്ളം. ഐസ്ലാൻഡിക് വെതറിൽ ഇങ്ങനെ ഒരു ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളുടെ ഐസ്ലാൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആക്ടിവിറ്റി ദ ഐസ്ലാൻഡിക് ഫുഡ് ടൂർ. ഞങ്ങൾ പല റെസ്റ്റോറൻറ്റ്സിൽ പല ഫുഡ് കഴിച്ച് ഇറ്റ് വാസ് ആക്ച്വലി അമേസിങ്. ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ചു. ഐസ്ക്രീംസ് പലതും ട്രൈ ചെയ്തു. ആൻഡ് യെസ് ഗൈസ്, സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് അവർ ട്രിപ്പ്. അപ്പോൾ എല്ലാവരും പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ പ്ലീസ് ടു കമൻറ്റ് ഗൈസ്. സോ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ടാ.